In this session, we are going to see Fourier integral representation. ഇതോട് കണക്റ്റഡ് ആയിട്ടാണ് വരുന്നതാണ് Fourier സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ, കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ, അതുകൂടാതെ Fourier ട്രാൻസ്ഫോംസ്, Fourier സൈൻ ട്രാൻസ്ഫോംസ്, കൊസൈൻ ട്രാൻസ്ഫോംസ്, ഇതെല്ലാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വൈ വി നീഡ് Fourier ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. നമുക്കറിയാം, ഒരു ഫംഗ്ഷൻ തന്നാൽ ആ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുത്തെന്ന് വിചാരിക്കുക. അത് 2π പീരിയോഡിക് ആണ്. ഡിറിഷ്ലെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഡിറിഷ്ലെ കണ്ടീഷൻസ് കണ്ടിന്യൂറ്റി, ബൗണ്ടഡ്നെസ് ഒക്കെ ചേർത്തുള്ള കണ്ടീഷൻസ് ആണ്. ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സിനെ Fourier സീരീസ് റെപ്രസെന്റേഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ് ഇങ്ങനെ എഴുതാൻ പറ്റും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എ നോട്ട് കൂടെ നമുക്ക് ഈ സിഗ്മയുടെ ഉള്ളിലേക്ക്, സമ്മേഷന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം നമ്മൾ എൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ കോസ് സീറോയുടെ വാല്യൂ 1 ആണ്, സൈൻ സീറോയുടെ വാല്യൂ 0 ആണ്. അപ്പൊ നമ്മളിവിടെ ഒരു എ സീറോ ഇൻറ്റു കോസ് സീറോ പ്ലസ് ബി സീറോ ഇൻറ്റു സൈൻ സീറോ എന്ന് എഴുതിയാൽ ഇറ്റ് വിൽ അക്കോമഡേറ്റ് ദിസ് എ നോട്ട് ഓൾസോ. അപ്പൊ ഈ എ നോട്ട് പുറത്ത് എഴുതേണ്ട ആവശ്യമില്ല, അതിനെ കൂടെ നമുക്ക് ഉള്ളിലേക്ക് ചേർത്ത് എഴുതാൻ പറ്റും. എൻ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. സൈൻ ടേം വാനിഷ് ചെയ്തോളും. കൊസൈൻ ടേം എന്താവും? എ നോട്ട് ഇൻറ്റു കോസ് സീറോയുടെ വാല്യൂ 1 ആണ്. അപ്പൊ അതുകൂടെ ചേർന്നോളും. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സിന് സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ് എന്ന് എഴുതാം. സോ ദ ക്വസ്റ്റ്യൻ ഇസ്, ക്യാൻ വി റെപ്രസെന്റ് ഫംഗ്ഷൻസ് വിച്ച് ആർ നോട്ട് പീരിയോഡിക്? പീരിയോഡിക് ആയിട്ടുള്ള ഫംഗ്ഷൻസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? Fourier സീരീസ് റെപ്രസെന്റേഷൻ ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. പീരിയോഡിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് ഇന്റർവെലുള്ള ഫംഗ്ഷൻ നമ്മൾ പീരിയോഡിക് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തായിട്ട് അസ്യൂം ചെയ്തിട്ട് നമുക്ക് Fourier സീരീസ് എഴുതാൻ പറ്റും. പക്ഷേ ഇൻഫിനിറ്റ് ഇന്റർവെലുള്ള, ഫോർ എക്സാമ്പിൾ 0 to infinity അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിയില് പീരിയോഡിക് അല്ലാത്തൊരു ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? Fourier സീരീസ് റെപ്രസെന്റേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് റെപ്രസെന്റേഷൻ ആണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതിന്റെ ഒരു ആൻസർ ആണ് ആക്ച്വലി ഇത് Fourier ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ Fourier സീരീസ് റെപ്രസെന്റേഷൻ ഒരു ഫൈനൈറ്റ് ഇന്റർവെലുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ പീരിയോഡിക് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, അതിന്റെ Fourier സീരീസ് എഴുതാണ് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ എടുത്തിട്ട് അതിന്റെ ലെങ്ത് നമ്മൾ മൈനസ് ഇൻഫിനിറ്റി വരെ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതേപോലത്തെ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടുത്തെ പക്ഷേ സമ്മേഷൻ എന്തായിട്ട് മാറും? നമ്മൾ ഇന്റർവെലിന്റെ ലെങ്ത് ഇൻഫിനിറ്റി ആയതുകൊണ്ട് സമ്മേഷൻ ബിക്കം കണ്ടിന്യൂസ് സമ്മേഷൻ, ഒരു കണ്ടിന്യൂസ് സമ്മേഷൻ ആയിട്ട് മാറും. അപ്പോൾ കണ്ടിന്യൂസ് സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇന്റഗ്രേഷൻ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇന്റഗ്രേഷൻ ബേസിക്കലി കംസ് ഫ്രം സമ്മേഷൻ, ആൻഡ് അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള സമ്മേഷൻ ആകുമ്പോഴാണ് നമ്മൾ അതിനെ ഇന്റഗ്രൽ ഇതിലേക്ക് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇന്റഗ്രൽസ് ഉപയോഗിച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ കിട്ടാൻ പോകുന്നത്, കണ്ടിന്യൂസ് റെപ്രസെന്റേഷൻ കിട്ടാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ സിഗ്മയ്ക്ക് വേറെ ഒരു ഇന്റഗ്രൽ വരും. ഇന്റഗ്രൽ എ എൻ എന്ന് പറയുന്നത് എയുടെ വാല്യൂ എൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എ ഓഫ് എൻ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം, ബിക്കോസ് ഇറ്റ് ജസ്റ്റ് സേസ് ദാറ്റ് എ ചേഞ്ചസ് ഡിപ്പെൻഡിങ് ഓൺ എൻ. ഇവിടെ നമ്മൾ എ എന്ന് പറയുന്നത് എൻ 0, 1, 3, 2, 3 ഒക്കെ ആകുമ്പോൾ എ നോട്ട്, എ 1, എ 2, എ 3 എന്ന് പറഞ്ഞിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ എ എൻ കോസ് എൻ എക്സ് പ്ലസ് ബി എൻ സൈൻ എൻ എക്സ് എന്ന് എഴുതാം, ഡി എക്സ്. ഇന്റഗ്രേഷൻ ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് അല്ല ഡി എൻ എന്നാണ് നമ്മൾ എഴുതാം, because integration is with respect to n, where this n need not be an integer. അപ്പോൾ നമ്മൾ സമ്മേഷൻ എടുക്കുമ്പോൾ നമ്മൾ സിഗ്മ റൺസ് ഓവർ n ഈക്വൽ ടു 0, 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. കണ്ടിന്യൂസ് സമ്മേഷൻ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, n ഈക്വൽ ടു ഒരു ഡിസ്ക്രീറ്റ് വാല്യൂസിൽ എഴുതാൻ പറ്റില്ല. സോ കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കണം. അതുകൊണ്ട് n എന്തെടുക്കില്ല, ഇന്റജർ വാല്യൂസ് അല്ല എടുക്കുക. ഇറ്റ് വിൽ ടേക്ക് വാല്യൂസ് ഇൻ ആൻ ഇന്റർവെൽ, ഇന്റർവെല്ലിലെ വാല്യൂസ് ആണ് എടുക്കുക. അപ്പൊ അതുകൊണ്ടാണ് ബേസിക്കലി ഇവിടെ സമ്മേഷന് വരെ എന്ത് വരുന്നത്, ഇന്റഗ്രൽ വരുന്നത്. ഓക്കെ, ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫോർമലി നമ്മൾ ഈ എഫ് ഓഫ് എക്സിനെ ഈ എൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഇന്റജേഴ്സിന് മാത്രം യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ ആയതുകൊണ്ട് നമ്മൾ അതിനെ ചെറുതായിട്ട് മാറ്റിയിട്ട് വേറൊരു ഒമേഗ എന്നുള്ളൊരു സിമ്പിൾ കൊടുക്കും. സോ ആൻഡ് സ്മോൾ എക്ക് പകരം ക്യാപിറ്റൽ എ യൂസ് ചെയ്യും, സ്മോൾ ബിക്ക് പകരം ക്യാപിറ്റൽ ബി യൂസ് ചെയ്യും. സോ വാട്ട് വി എക്സ്പെക്ട് ഇസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity. ഇവിടെ സമ്മേഷൻ 0 to infinity ആയിരുന്നു, അതേപോലെ ഇന്റഗ്രേഷനും ഇന്റഗ്രൽ 0 to infinity. This function a is a function of omega, so capital A omega cos omega x plus b omega sin omega x with respect to omega. ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഈ Fourier സീരീസിന്റെ ഒരു ജനറലൈസേഷൻ എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെയും നമ്മൾ Fourier സീരീസിന്റെ റെപ്രസെന്റേഷനിലെ എ എന്നും ബി എന്നും കാണാനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. എ എൻ വാസ് 1/π ഇന്റഗ്രൽ, ഇന്റർവെലിന്റെ എന്താണോ ഇന്റർവെൽ അത് എഴുതുക, എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് എന്നായിരുന്നു, cos nx dx.
and bn similarly 1 by pi integral f of x into sin nx dx ആയിരുന്നു. ഈ എ ഒമേഗ സിമിലർ ഫോമിൽ തന്നെയാണ് വരുന്നത്. എ ഒമേഗ ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇന്റഗ്രൽ. ഇവിടെ ഈ ഫംഗ്ഷൻ റൺ ചെയ്യുന്നത് ടോട്ടൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ടോട്ടൽ റിയൽ ലൈനിലാണ്. നമ്മൾ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് ആണ് വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ വാരിയബിൾ ഓഫ് ഇന്റഗ്രേഷൻ ഒമേഗയാണ്. വെറസ് ഈ എ ഒമേഗയുടെ എക്സ്പ്രഷൻ വരുമ്പോൾ അവിടെ വരിക 1 ബൈ പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ദിസ് ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. കാരണം എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് എക്സിന്റെ ലിമിറ്റ് കൊടുത്തിട്ട് എക്സിന്റെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തേ ബാക്കിയാവുന്നുള്ളൂ, ഒമേഗയിലായിരിക്കും ഈ ഇന്റഗ്രലിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ആൻ എക്സ്പ്രഷൻ ഇൻ ഒമേഗ ബിക്കോസ് ദ ഇന്റഗ്രേഷൻ ഇസ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ എ ഒമേഗ എന്ന് വിളിക്കുന്നത്. സിമിലർലി ബി ഒമേഗ ഇസ് ഈക്വൽ ടു 1 ബൈ പൈ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വിച്ച് ഇസ് ദ ലിമിറ്റ് ഓഫ് ദി ഫംഗ്ഷൻ. അതായത് ഫംഗ്ഷന്റെ ഡൊമൈൻ്റെ ടോട്ടൽ ലെങ്ത് ആണിത്. എഫ് ഓഫ് എക്സ് ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഡി എക്സ്. സോ ദിസ് ഇസ് കോൾഡ് ദി ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. നമ്മൾ ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫംഗ്ഷൻ ഹാസ് ടു സാറ്റിസ്ഫൈ ദി ഡിറിച്ലെറ്റ് കണ്ടീഷൻസ് ഇൻക്ലൂഡിംഗ് പീരിയോഡിസിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫൊറിയർ റെപ്രസെന്റേഷൻ വാലിഡ് ആവണമെങ്കിൽ എന്ത് കണ്ടീഷനാണ് വേണ്ടത്? ഫൊറിയർ റെപ്രസെന്റേഷൻ വാലിഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇത് വാലിഡ് ആവണമെങ്കിൽ ഈ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണം, അല്ല ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യണം, ഈ ഇന്റഗ്രലും എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എ ഒമേഗ ബി ഒമേഗ കിട്ടുള്ളൂ. ഈ ഫംഗ്ഷനും ഇന്റഗ്രബിൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ ഇത് വാലിഡ് ആവണം. ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ എക്സ്പ്രഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും വേണം, എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും വേണം. അപ്പോഴാണ് നമ്മളിത് വാലിഡ് ആവുക എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വാലിഡ് ആവണമെങ്കിലുള്ള കണ്ടീഷനാണ് നമ്മൾ നെക്സ്റ്റ് കാണുന്നത്. എഫ് ഓഫ് എക്സ് പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കണം ഓൺ എവറി ഫൈനൈറ്റ് സബ് ഇന്റർവൽ. മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ടോട്ടൽ റിയൽ ലൈനിന്റെ ഏത് ഇന്റർവൽ എ കോമ ബി എടുത്തു കഴിഞ്ഞാലും, ഫൈനൈറ്റ് സബ് ഇന്റർവെല് എ കോമ ബി എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം, പീസ് വൈസ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഓരോ പോയിന്റിലും ലെഫ്റ്റ് ലിമിറ്റും ലെഫ്റ്റ് സൈഡ് ഡെറിവേറ്റീവും റൈറ്റ് സൈഡ് ഡെറിവേറ്റീവും എക്സിസ്റ്റ് ചെയ്യണം. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. അതായത് ഫംഗ്ഷൻ അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ആണോ നോക്കണം. അങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ L1 ഫംഗ്ഷൻസ് എന്ന് വിളിക്കുക. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷൻസും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ വാലിഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഈ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ വാലിഡ് ആണെന്ന് പറയുമ്പോൾ എല്ലാ പോയിന്റ്സിലും അത് ആക്ച്വലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിക്കൊള്ളുന്നില്ല. f of x will be equal to integral 0 to infinity a omega cos omega x plus b omega sin omega x at all points x where f of x is continuous. Continuous ആയിട്ടുള്ള പോയിന്റ്സിൽ മാത്രമേ ഈ റെപ്രസെന്റേഷൻ ആക്ച്വലി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദ റൂൾ. നമ്മൾ ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ റെപ്രസെന്റേഷൻ ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷൻ വാലിഡ് ആവണമെങ്കിൽ എക്സ് ഒരു കണ്ടിന്യൂസ് പോയിന്റ് ആയിരിക്കണം. ഈ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യണമെന്നില്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് പീസ് വൈസ് കണ്ടിന്യൂസ് ആയാൽ മതി. അതായത് എല്ലാ പോയിന്റിലൊന്നും കണ്ടിന്യൂസ് ആവണമെന്നില്ല. ദർ ക്യാൻ ബി ഡിസ്ക്രീറ്റ് പോയിന്റ്സ് അറ്റ് വിച്ച് ദ ഫംഗ്ഷൻ ഫെയിൽസ് ടു ബി കണ്ടിന്യൂസ്. അപ്പൊ അങ്ങനെയുള്ള ആ ഫൈനൈറ്റ്ലി മിനി പോയിന്റ്സിൽ ഓരോ ഇന്റർവെല്ലിലും ഫൈനൈറ്റ്ലി മിനി പോയിന്റ്സ് അങ്ങനെയുള്ളത് ആവാം, ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന പോയിന്റ്സിലാവാം. ആ പോയിന്റ്സിൽ ആ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സിനല്ല ഈക്വൽ ആയിരിക്കും. എന്തിന് ഈക്വൽ ആയിരിക്കും? ഫൊറിയർ സീരീസ് റെപ്രസെന്റേഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സിൽ the left side will be the average of the left limit and right limit of the function. അപ്പോൾ എക്സ് ഒരു ഡിസ്കണ്ടിന്യൂസ് പോയിന്റ് ആണെങ്കിൽ ഈ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ എക്സിസ്റ്റ് ചെയ്യും. ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് എക്സിന് ഈക്വൽ ആവുന്നതിന് പകരം എന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ആയിരിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ദ കണ്ടീഷൻസ് ഈസ്. എക്സിസ്റ്റൻസിനുള്ള ഈ മൂന്ന് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇന്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യും. പക്ഷെ അത് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവണമെങ്കിൽ കണ്ടിന്യൂറ്റി മസ്റ്റ് ആണ്. കണ്ടിന്യൂറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബിക്കം ദ ലെഫ്റ്റ് സൈഡ് ഫംഗ്ഷൻ വിൽ ബി ഇൻസ്റ്റെഡ് ഓഫ് എഫ് ഓഫ് എക്സ് ഇറ്റ് വിൽ ബി ദി ആവറേജ് ഓഫ് ദി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്സ്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പൈൻലി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു തിയറമാണ് ഫൊറിയർ ഇന്റഗ്രൽ തിയറം എന്ന് പറയുന്നത്. അതിന്റെ പ്രൂഫ് നമ്മൾ ചെയ്യുന്നില്ല. ഫൊറിയർ ഇന്റഗ്രൽ തിയറം പറയുന്നത് എഫ് ഓഫ് എക്സ് ഇസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ആർ, ദാറ്റ് ഇസ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. ആൻഡ് ആ മൂന്ന് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റും. എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്. ദ ഇന്റഗ്രൽ ഇസ് വിത്ത് റെസ്പെക്ട് ടു ഒമേഗ. അതാണ് ശ്രദ്ധിക്കേണ്ടത്.
ഒമേഗയിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ ബാക്കി എന്താണ്ടാവും എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ടാവും. അതെന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ എ ഒമേഗ ഇസ് ഒബ്റ്റൈൻ ബൈ ദ ഫോർമുല എഫ് ഓഫ് എക്സ് ഇൻറ്റു കോസ് ഒമേഗ എക്സിന്റെ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എക്സ്പ്രഷൻ 1/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് എ ഒമേഗ. ഇതേപോലെ ബി ഒമേഗ കിട്ടണമെങ്കിൽ ഈ ഫോർമുലയിൽ കോസ് ഒമേഗ എക്സിന് പകരം സൈൻ ഒമേഗ എക്സ് യൂസ് ചെയ്യണം. ആൻഡ് ദിസ് റെപ്രസെന്റേഷൻ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറയുന്ന റെപ്രസെന്റേഷൻ വാലിഡ് ആയിരിക്കും ഏത് പോയിന്റ്സിൽ? എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഓരോ എക്സിലും ഈ റെപ്രസെന്റേഷൻ വാലിഡ് ആയിരിക്കും. ഡിസ്കണ്ടിന്യൂറ്റി വരുന്ന പോയിന്റ്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള പോയിന്റ്സിൽ അങ്ങനെയുള്ള ഒരു പോയിന്റ് എക്സ് നോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് നോട്ടിന് ഈക്വൽ ആയിരിക്കില്ല. പക്ഷെ എന്തിന് ഈക്വൽ ആയിരിക്കും? എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട് മൈനസ് ഡിവൈഡഡ് ബൈ 2. അതായത് ആവറേജ് ഓഫ് ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് എക്സ് നോട്ടിന് ഈക്വൽ ആയിരിക്കും. Now let us see an example of Fourier integral representation. ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1 ആൻഡ് 0 ഫോർ മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. എന്ന് വെച്ചാൽ ജോമെട്രിക്കലി ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1ന്റെയും +1ന്റെയും ഇടയ്ക്ക് എന്തായിരിക്കും? എ ആയിരിക്കും. അതായത് ഈ ഇത്രയും റേഞ്ചിൽ എ ഹൈറ്റിലാണ് ഫംഗ്ഷൻ ഉണ്ടാവുക. ആൻഡ് ബിയോണ്ട് ദാറ്റ്, ബിഫോർ ദാറ്റ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇന്റർവെലിന്റെ പുറത്ത് കംപ്ലീറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ എടുത്തിരിക്കുന്നത്. ഹിയർ ഇറ്റ് ഈസ് 0 ആൻഡ് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് +1 ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ. സോ നമ്മുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി എ ഒമേഗ കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ സൈൻ ഒമേഗ എക്സ് ഡി ഒമേഗ ആയിരിക്കും. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് വരിക. വേർ എ ഒമേഗയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എ ഒമേഗ എന്താണ്, ബി ഒമേഗ എന്താണ്, അതാണ് ക്വസ്റ്റ്യൻ. where a omega is equal to 1/π integral minus infinity to infinity f of x cos omega x dx ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എഫ് ഓഫ് എക്സ് നമുക്ക് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 അല്ല, അതായത് -1ന്റെയും +1ന്റെയും പുറത്ത് ഫംഗ്ഷൻ കംപ്ലീറ്റ്ലി 0 ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്താലും 0 കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്റഗ്രേഷൻ ഏതുവരെ ചെയ്താൽ മതി? എ ഒമേഗ ഇസ് ഈക്വൽ ടു 1/π ഇന്റഗ്രൽ -1 തൊട്ടിട്ട് 1 വരെ നോൺ സീറോ ആവുന്ന ഭാഗത്ത് മാത്രം ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് ഇവിടെ ഫംഗ്ഷൻ എന്താണ്? നോൺ സീറോ ആവുന്ന ഭാഗത്ത് ഫംഗ്ഷൻ സ്മോൾ എ ആണ്. എ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു, ഇതൊരു എ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം, ഇന്റഗ്രലിന്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. എ ഇസ് എ കോൺസ്റ്റന്റ് ആൻഡ് ഈ കോസ് ഒമേഗ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രൽ -a to a നമുക്ക് 2 times 0 to 1 എന്ന് എഴുതാൻ പറ്റും. ഇപ്പൊ 2a/π ഇന്റഗ്രൽ 0 to 1 കോസ് ഒമേഗ എക്സ് ഡി എക്സ് എന്ന് വരും. കോസ് ഒമേഗ എക്സിന്റെ ഇന്റഗ്രൽ സൈൻ ഒമേഗ എക്സ് ബൈ ഒമേഗയാണ് വരിക. ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഇസ് 2a sin omega by pi omega എന്ന് കിട്ടും. Okay, now what is b omega? b omega is 1/π integral -infinity to infinity f of x sin omega x dx എന്നാണ് വരിക. Okay, so when you write it 1/π integral, ഇവിടെയും നമ്മൾ -1 തൊട്ട് +1 വരെ നോൺ സീറോ ആവുന്നുള്ളൂ ഫംഗ്ഷൻ. -1 to 1 a sin omega x dx എന്ന് കിട്ടും. a can be taken out and what remains is sin omega x. പക്ഷെ നമുക്കറിയാം സൈൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡ് ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? -1 to +1. ഏത് സിമെട്രിക് ഇന്റർവെല്ലിലും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് ബി ഒമേഗയുടെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഈ ഫോർമുലയിൽ ബി ഒമേഗയ്ക്ക് വരെ നമുക്ക് 0 കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടേം വാനിഷ് ചെയ്യും. ഈ ടേമിൽ എ ഒമേഗയ്ക്ക് വരെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? 2a sin omega by pi omega എന്ന് യൂസ് ചെയ്യാൻ പറ്റും. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2a sin omega by pi omega into cos omega x d omega എന്ന് എഴുതാം. ഇറ്റ് ഈസ് എ ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ്. ഇതാണ് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇത് എല്ലാ പോയിന്റ്സിലും ട്രൂ ആയിക്കൊള്ളുന്നില്ല. ദർ ആർ എക്സെപ്ഷണൽ പോയിന്റ്സ്. അതായത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലാത്ത പോയിന്റ്സിൽ എന്തായിക്കൊള്ളുന്നില്ല? ഈ റൈറ്റ് സൈഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മൾ റെപ്രസെന്റേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് എഫ് ഓഫ് എക്സിനെ ഇങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സിൽ ദാറ്റ്സ് ആൻ എക്സെപ്ഷണൽ കേസ്. ഓക്കെ, അതുകൊണ്ട് ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സ് സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കാം ആ ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സ് ഏതൊക്കെയാണെന്ന്. ഈ ഫംഗ്ഷൻ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0 ആയിട്ട് വന്നിട്ട് ഈ -1 എത്തുമ്പോൾ അതിനൊരു ജമ്പ് ഉണ്ടാവുന്നുണ്ട്, ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നുണ്ട്. സോ -1ൽ എക്സ് ഈക്വൽ ടു -1ൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അതേപോലെ -1 തൊട്ടിട്ട് +1 വരെ കുഴപ്പമില്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത്. +1 എത്തുമ്പോൾ ദർ ഇസ് എ ജമ്പ് ടു 0യിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്നതുകൊണ്ട് എക്സ് ഈക്വൽ ടു 1ലും അതിനൊരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. ഇനി അപ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഉള്ള പോയിന്റ്സിൽ ആ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് എ ഒമേഗ കോസ് ഒമേഗ എക്സ് ആ റെപ്രസെന്റേഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? എഫ് ഓഫ്
x naught plus f of x naught minus divided by 2 ആണ്. What is f of x naught plus? That is the right side limit, and f of x naught minus is the left side limit. ഇവിടെ ഈ പോയിന്റിൽ എക്സ് ഈക്വൽ ടു -1 ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ അവിടുത്തെ ആ -1 ലെഫ്റ്റ് ലിമിറ്റ് എന്ത് വരും? ഫംഗ്ഷന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് -1 നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ എന്തായിട്ടാണ് വരുന്നത്? ഇങ്ങനെ വരുമ്പോൾ ഫംഗ്ഷൻ 0 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എഫ് ഓഫ് -1 മൈനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡിൽ നിന്ന് വരുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 0. എഫ് ഓഫ് -1 പ്ലസ് വാല്യൂ എന്താ വരിക? അതായത് -1 റൈറ്റ് സൈഡിൽ നിന്ന് വരണം. പോസിറ്റീവ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്തിലേക്കാണ് ഫംഗ്ഷൻ വരുന്നത്? ഇവിടെ നമ്മൾ ഒരു പോയിന്റ് എടുക്കുമ്പോൾ അതിന്റെ ഇമേജ് ഇവിടെയാണ് വരിക, എ ആയിട്ടാണ് വരുന്നത് അല്ലെ. അത് അപ്രോച്ച് ചെയ്യുന്ന എന്തിലേക്കാണ്? -1 അടുത്തേക്ക് പോകുമ്പോൾ ഈ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എ എന്നാണ് വാല്യൂ വരിക, എയിലേക്ക് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഈക്വൽ ടു എ എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഇസ് 0, റൈറ്റ് ലിമിറ്റ് ഇസ് എ. സോ ഇന്റഗ്രലിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 0 പ്ലസ് എ ഡിവൈഡഡ് ബൈ 2 എന്നാണ് വരിക. 0 പ്ലസ് എ ഡിവൈഡഡ് ബൈ 2, അതായത് a/2 എന്ന് വരും. സോ നമ്മളിവിടെ -1 ചെയ്തത്. ഇതിന് പകരം +1 ചെയ്താലും ലെഫ്റ്റ് ലിമിറ്റ് എടുക്കുമ്പോൾ എയും റൈറ്റ് ലിമിറ്റ് 0 ആയിട്ടാണ് വരിക. 0 പ്ലസ് a/2 എന്ന് പറയുന്നത് a/2 ആവും. അപ്പോൾ എഫ് ഓഫ് എക്സിന് പകരം നമുക്ക് ഈ രണ്ട് പോയിന്റ്സിലും a/2 എന്നാണ് വരിക. a/2 is equal to integral 0 to infinity 2a sin omega by pi omega cos omega x d omega എന്ന് എഴുതാൻ പറ്റും. x equal to -1നും ഇതേപോലെയാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് -1 എടുക്കുമ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ആണ് 0 ആയിട്ട് വരുന്നത്, റൈറ്റ് ലിമിറ്റ് a ആയിട്ടാണ് വരുന്നത്. സോ ദാറ്റ്സ് അബൌട്ട് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻസ്. ഇത് ജനറൽ ആണ്. അതിന് നമുക്ക് പല കേസുകളുണ്ട്. അതായത് ഈവൻ ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷൻ ഒക്കെ എടുക്കുമ്പോഴുള്ള ചില സ്പെഷ്യൽ കേസുകളുണ്ട്. ദാറ്റ് വിൽ സീ ലേറ്റർ. താങ്ക് യു.